എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ടാവുന്നുണ്ട്. ഏകദേശം 48 ദിവസത്തോളമാണ് ഉള്ളത്. ഡിസംബർ മാസം 4-ാം തീയതി വരെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് നിലവിലുള്ളത്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് വ്യാഴത്തെ കൊണ്ടുവന്ന് കർക്കിടകൻ രാശിയിലാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒക്ടോബർ 18 മുതലുള്ള ഒരു ഫലസിദ്ധിയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. 2025 ഒക്ടോബർ 18-ന് വ്യാഴം ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് ചന്ദ്രന്റെ സ്വക്ഷേത്രമായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നു. വ്യാഴത്തിന്റെ ഉച്ചരാശി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബലമുള്ള സമയം, യുവരാജാവായി നിൽക്കുന്ന സമയമാണ് ഉച്ചരാശി. നേരെ മകരൻ രാശിയാണ് ഈ വ്യാഴത്തിന്റെ നീചരാശി എന്ന് പറയുന്നത്. ശനിയുടെ ക്ഷേത്രമായിട്ടുള്ള മകരത്തിലേക്ക് വ്യാഴം വരുമ്പോൾ വ്യാഴം നീചത്തിൽ പ്രവേശിക്കും. ഇത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഈ വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ 12 കൂറുകാർക്ക് ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വ്യാഴം എന്ന് പറയുന്നത് ഇപ്രാവശ്യം കർക്കിടകൻ രാശിയിലേക്ക് വരേണ്ട ഒരു കാര്യമല്ല. ഒരു വർഷത്തേക്കാണ് മിഥുനൻ രാശിയിലേക്ക് വരുന്നത്. മെയ് മാസത്തിൽ മാറിയതേ ഉള്ളൂ. 2025 മെയ് മാസം വരെ കർക്കിടകത്തിൽ മിഥുനൻ രാശിയിൽ തുടരേണ്ട വ്യാഴം ഇപ്പോൾ ഇച്ചിരി സ്പീഡിൽ കർക്കിടകൻ രാശിയിലേക്ക് രാശിപ്പകർച്ച വന്നിട്ടുണ്ട്. അതായത് ഒക്ടോബർ 18-ാം തീയതി രാശിപ്പകർച്ച ഉണ്ടാകും. എന്നിട്ട് ഡിസംബർ 4-ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരികെ പോകും. അപ്പോൾ എന്ത് ഫലസിദ്ധിയാണ് 12 കൂറുകാർക്കും 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആദ്യം പറയുന്നത്. വ്യാഴത്തെ കൊണ്ട് നമ്മൾ സർവകാര്യ വിജയം, ധനസമൃദ്ധി, ആദരവ്, ബഹുമാനം, കീർത്തി, ശാന്തി, സമാധാനം, ഐശ്വര്യം, കർമ്മപുഷ്ടി, വിജയം, കുടുംബസൗഖ്യം. എന്നാലോചിച്ച് നോക്കിക്കേ, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതാണ് നമുക്ക് ആവശ്യം. നമുക്കില്ലാത്ത പോകുന്ന കാര്യങ്ങളും ഇതാണ്. സർവകാര്യ വിജയം, ധനസമൃദ്ധി, ആദരവ്, ബഹുമാനം, കീർത്തി, ശാന്തി, സമാധാനം, ഐശ്വര്യം, കർമ്മപുഷ്ടി, വിജയം, കുടുംബസൗഖ്യം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. നമ്മളിപ്പോൾ ജ്യോതിഷമൊക്കെ നോക്കാൻ നേരത്ത് ജ്യോത്സ്യന്മാരെ പറയും വ്യാഴം മറിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയും. അതായത് മറ്റു ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിന്നാൽ പോലും വ്യാഴം പ്രതികൂലിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വ്യാഴത്തെ അനുകൂലമാക്കി കൊണ്ടുവരുന്നതിന് മഹാവിഷ്ണു ഭജനം ചെയ്യുക, അല്ലെങ്കിൽ വിഷ്ണു പൂജ ചെയ്യുക, സുദർശന ഹോമം ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജ്യോതിഷന്മാർ പൊതുവെ പറഞ്ഞു തരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശനിയും വ്യാഴവുമാണ് ഈ ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പിന്നീടാണ് ശുക്രൻ വരുന്നത്. അപ്പം വ്യാഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടും കർമ്മപുരോഗതിയും അതുപോലെ തന്നെ നമ്മുടെ ജാതകപ്രകാരമുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ വരുന്ന ആരൊക്കെയാണ്? പുണർദത്തിൽ മുക്കാല് പൂയ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് ജന്മത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നു. പുണർദത്തിൽ മുക്കാല് പൂയ ആയില്യം നക്ഷത്രക്കാർക്ക് വരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന പുണർദത്തിൽ മുക്കാല് പൂയ ആയില്യം നക്ഷത്രക്കാരിലേക്ക് പ്രധാനമായിട്ട് വ്യാഴം വരുമ്പോൾ, വ്യാഴം ഉച്ചരാശിയാണ്. നിലവിൽ ഒക്ടോബർ 18 വരെ നിങ്ങൾക്ക് വ്യാഴം മറഞ്ഞു നിൽക്കുകയാണ്. 12-ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്ന സമയമാണ്, ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് പുണർദത്തിൽ മുക്കാല് പൂയ ആയില്യം നക്ഷത്രക്കാർക്ക്. അത് മാറിയേച്ച് ഇത്രയും ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു വ്യാഴത്തിന്റെ വരവോടുകൂടി. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വ്യാഴം എവിടെയൊക്കെ നോക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക്, 1, 2, 3, 4, 5 സന്താനസ്ഥാനം, മനസ്സിന്റെ സ്ഥാനത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയാൻ പോകുന്നു. ഇപ്പോൾ അവിടെ ദൃഷ്ടി പതിഞ്ഞിട്ടില്ല വ്യാഴത്തിന്റെ. ഒക്ടോബർ 18 മുതൽ വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ മനഃസ്ഥാനത്തും സന്താനസ്ഥാനത്തും പ്രതിഫലിക്കുന്നതോടുകൂടി മനഃശാന്തി കൈവരും, സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും, സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമതകളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എന്ന് പറയുന്നു. അതുകൂടാതെ നിങ്ങളുടെ ഭാര്യാകളത്ര സ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരാൻ പോകുന്നു. പുണർദത്തിൽ മുക്കാലും പൂയ ആയില്യം നക്ഷത്രക്കാർക്ക് ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനത്തേക്കും കൂടി വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ വരുന്നു? നേരെ ഭാഗ്യസ്ഥാനത്തേക്കും ദൃഷ്ടി വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാവരും പറഞ്ഞു തരണമെന്നില്ല. വ്യാഴം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ സന്താനസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഭാര്യാസ്ഥാനത്തേക്കും ആർക്ക് ദൃഷ്ടി വരുന്നു? ഇത്രയും നക്ഷത്രക്കാർക്ക്, പുണർദത്തിൽ കാല് പൂയ ആയില്യം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വർദ്ധിക്കുന്നു. ഭാര്യാ സംബന്ധമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗല്യം കഴിയാത്തവർക്ക് മംഗല്യം തരപ്പെട്ടു വരുന്നു. അതുപോലെ തന്നെ മംഗല്യ പുരോഗതി ഉണ്ടാകുന്നു. സ്ത്രീ പുരുഷന്മാർക്ക് രണ്ടുപേർക്കും വരും.
ഭാര്യയുമായിട്ട് എന്തെങ്കിലും കേസ് വഴക്കുകൾ, ഡിവോഴ്സ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു മോചനമാണെങ്കിൽ മോചനം, അതല്ല നേരെ പിണക്കം മാറി അനുകൂലമാക്കി വരണമെന്നാണെങ്കിൽ അങ്ങനെ. കാമുകി കാമുകന്മാർക്ക് പ്രണയബന്ധങ്ങളൊക്കെ നേരെ ചൊവ്വയായി വരുന്ന ഒരു സമയം. എങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇത് ചിന്തിക്കുക. പുണർദത്തിൽ കാല് പോയി അയില്യ നക്ഷത്രക്കാർക്ക് 5-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നു. 9-ാം ഭാവം ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനം. അപ്പൊ പിതൃസംബന്ധമായിട്ടുള്ള സ്വത്തുക്കള്, അല്ലെങ്കിൽ പിതാവിൽ നിന്നെന്തെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ, പിതാവിന്റെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ, പിതാവിന്റെ ജോലികൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിതൃ സ്വത്ത് കിട്ടാനുണ്ടെന്ന് വരിയിൽ, ഇത് കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, കുടുംബ അച്ഛൻ്റെ കുടുംബക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സോൾവായി വരുമെന്നും ഭാഗ്യം വർദ്ധിക്കുമെന്നും കാണുന്നുണ്ട്. ഇതുകൂടാതെ ശനിയെ വ്യാഴം നോക്കുന്ന സമയം കൂടിയാണ്. ശനിയെ വ്യാഴം നോക്കുന്ന സമയമാണ്. അപ്പൊ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി, മകേരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ വരുന്ന മിഥുനക്കൂറുകാർക്കും, ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരേര വരുന്ന കന്നിക്കൂറുകാർക്കും, മൂലം പൂരാട് ഉത്രാടത്തിൽക്കാൽ വരുന്ന ധനുക്കൂറുകാർക്കും, 7ര കണ്ടകാല ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്കും, അശ്വതി ഭരണി കാർത്തിക കാലുകാർക്കും ഒരു ആശ്വാസം കൂടി വരുന്ന ഒരു ദിവസമാണ് 48 ദിവസം വരുന്ന ഈ വരുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ വ്യാഴത്തിന്റെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള ഫലസിദ്ധിയാണ് പറയുന്നത്. ആദ്യമായിട്ട് ലോട്ടറി അല്ലെങ്കിൽ ഭാഗ്യം, ഐശ്വര്യം എന്നൊക്കെ പറയുന്ന ലോട്ടറി എന്ന് നമ്മൾ ഇതിനകത്ത് പറയുന്നത് നമ്മൾ കാണുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന ലോട്ടറിയെ കുറിച്ചല്ല പറയുന്നത്. ഒരു അനുകൂല സമയം, ഭാഗ്യം വരാൻ പോകുന്നു, ഐശ്വര്യം വരാൻ പോകുന്നു, കുടുംബ സൗഖ്യം ഉണ്ടാകാൻ പോകുന്നു, കർമ്മ പുരോഗതി ഉണ്ടാകാൻ പോകുന്നു, വിജയം ഉണ്ടാകാൻ പോകുന്നു, ശാന്തി സമാധാനം ഐശ്വര്യം വരാൻ പോകുന്നു, ആദരവ് വരാൻ പോകുന്നു, ബഹുമാനം, കീർത്തി, സർവകാര്യ വിജയം, ധനസമൃദ്ധി ഉണ്ടാകാൻ പോകുന്നു. ആർക്ക്? നിങ്ങൾക്കും ഉണ്ടാവും. വിശാഖത്തിൽക്കാരും അനിഴവും തൃക്കേട്ടക്കാർക്കും ഉണ്ടാകും. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തരക്കാർക്കും ഉണ്ടാകും. പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതിക്കാർക്കും ഉണ്ടാകും. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഇത്രയും പേർക്കുണ്ടാകും. ഇനി അതുപോലെ തന്നെ അനുബന്ധമായിട്ട് ഓരോരുത്തർക്കും ഇതിന്റെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഫലസിദ്ധി നിങ്ങൾക്ക് വരുന്നതോടുകൂടി സർവ്വ ഐശ്വര്യവും സർവ്വ ഗുണഫലങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ജാതകപരമായിട്ട് ഇപ്പൊ ധനസ്ഥാനത്ത് നിലവിൽ കേതു ശുക്രന്മാരുടെ സ്ഥിതികളൊക്കെ ഉണ്ട്. കേതുവിന്റെ സ്ഥിതി കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ അതിനുള്ള പ്രതിവിധികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേക ശ്രദ്ധയോടുകൂടി കേട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം പറയാൻ പോകുന്നത് തുലാ കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. ആരൊക്കെയാണ് വരുന്നത്? വിശാഖത്തിൽ കാലും അനിഴവും ചിത്തിര അരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലും. ഇതാണ് തുലാക്കൂറിൽ വരുന്നത്. അവരുടെ അധിപൻ ശുക്രനാണ്. ഈ നിലവിൽ ശുക്രൻ 11-ലാണ്, അവർക്ക് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നിലവിൽ ചൊവ്വ ജന്മത്തിൽ സഞ്ചരിക്കുവാണ്. അതുകൂടാതെ വ്യാഴം നിങ്ങൾക്ക് എവിടെ വരുന്നു? നിങ്ങൾ എണ്ണി നോക്കുക. നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്ക് വരാൻ പോകുന്നു. ആർക്ക്? ചിത്തിര അരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക്. അപ്പൊ നിങ്ങൾ നോക്കുക, കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10ാമത്തെ രാശിയാണ് കർമ്മരാശി എന്ന് പറയുന്നത്. കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രവൃത്തികൾ, തൊഴിലുകൾ, ധനം ഉണ്ടാകുന്നത് കർമ്മത്തിലൂടെയാണല്ലോ. അപ്പോ ചിത്തിരേരെയും ജ്യോതിയും വിശാഖത്തിൽ മുക്കാല് വരുന്നവർക്ക് ആദ്യം ഉണ്ടാകാൻ പോകുന്നത് കർമ്മ പുരോഗതി, കർമ്മപരമായിട്ടുള്ള തൊഴിൽ നേട്ടം. നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നില്ല, ഇവിടെ നിങ്ങൾ നോക്കി എഴുതി വെക്കുക. ഈ വരുന്നവർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതോടുകൂടി തൊഴിൽ പുരോഗതി ഉണ്ടാവുക, തൊഴിലിന് നേട്ടം ഉണ്ടാവുക, നമുക്ക് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുക, പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുക. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനൊക്കെ ഓസ്ട്രേലിയ, കാനഡ അതുപോലുള്ള പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. യൂറോപ്പിലെ ലണ്ടനിലേക്കൊക്കെ പോകാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വരുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ചിത്തിരേരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാല് വരുന്നവർക്ക് ഈ കർമ്മ പുരോഗതി ഉണ്ടാവുക, ധനപുരോഗതി ഉണ്ടാവുക, കർമ്മപുഷ്ടി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയും ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ചൊവ്വ മാറുന്നതോടുകൂടി നിങ്ങളുടെ 4ാം ഭാവം ഗൃഹസ്ഥാനത്തേക്ക് ദൃഷ്ടി വരുന്നു. ഗൃഹം, വാഹനമൊക്കെ ഉള്ള സ്ഥാനങ്ങളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നതോടുകൂടി നമുക്ക് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ, വസ്തു വിൽപ്പനകൾ സംബന്ധങ്ങളായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, വസ്തു സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള 4ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ ഭാവത്തെ കൊണ്ടും ഗൃഹം, വാഹനം, ശയനം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുകൂലമായിട്ടുള്ള ഭാവം വരുന്നു. ആർക്ക്? ഈ കൂറുകാർക്ക്. അടുത്ത ഇവിടെ നിന്നുകൊണ്ട് വ്യാഴം നിങ്ങളുടെ എവിടോട്ട് നോക്കുന്നു? 6ാം ഭാവത്തിലേക്ക് കൂടെ നോക്കുന്നുണ്ട്. 6ാം ഭാവം എന്ന് വെച്ചാൽ ശത്രുസ്ഥാനം, രോഗസ്ഥാനത്തേക്ക് കൂടെ നോക്കുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ശത്രുവിന്റെ വിജയം ഉണ്ടാകും, രോഗത്തിന് വിജയം ഉണ്ടാകും. ശത്രുക്കളിൽ നിന്ന് വിജയം ഉണ്ടാവുക എന്ന് വെച്ചാൽ എന്താ?
നമ്മളൊരു കേസ് കൊടുക്കുമ്പോൾ മറ്റേ എതിർകക്ഷി നമ്മുടെ ശത്രു എന്ന് പറയുന്ന രീതിയിലാണല്ലോ നമ്മൾ കേസ് വാദിക്കുന്നത്, എതിർകക്ഷി എന്ന് പറയും. അപ്പം കേസിൽ വിജയം ഉണ്ടാവുക, വ്യവഹാര വിജയം ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് ഒരു ശാന്തി ഉണ്ടാവുക, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഫലിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ചിത്തിരയാരെയും ജ്യോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് 4-ാം ഭാവത്തിനും ഗുണമുണ്ടാകുന്നു. നിങ്ങളുടെ ശത്രുസ്ഥാനം രോഗസ്ഥാനത്തിലേക്കും ഗുണമുണ്ടാകുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ ഗുണം കൊണ്ട് കർമ്മ പുരോഗതി, ഗൃഹവാഹന യോഗഫലങ്ങൾ, രോഗശാന്തി, ശത്രുവിജയം, ഇത്രയും കാര്യങ്ങൾ ആർക്കുണ്ടാകുന്നു? തുലാക്കൂറുകാർക്കുണ്ടാകുന്നു. തുലാക്കൂറുകാരെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നവർ, അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്, അറിയാൻ വയ്യാത്തവർ മനസ്സിലാക്കുക. നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട് അതിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് അടയാളപ്പെടുത്തിയാൽ നിങ്ങൾ ഏത് കൂറുകാരനാണെന്ന് മനസ്സിലാക്കാൻ. ചിത്തിര നക്ഷത്രക്കാർക്ക് ഒരു സംശയം വരാം, വിശാഖത്തിൽ നക്ഷത്രക്കാർക്ക് ഒരു സംശയം വരാം, ഞാൻ ഏത് കൂറിൽ വരുമെന്ന്. നിങ്ങളെ കൂറിൽ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ തുലാക്കൂറുകാരാണ്. ചിത്തിര നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ കന്നിക്കൂറുകാരനാണ്. അത് നിങ്ങൾ ഈ ഫലം കേൾക്കരുത്. നിങ്ങൾ തുലാക്കൂറുകാരൻ്റെ കൂറ് അറിയാമെങ്കിൽ മാത്രമേ ഈ ഫലം നോക്കിയിട്ട് കാര്യമുള്ളൂ. കൂറ് അറിയുന്നത് എങ്ങനെയാണെന്നുള്ളത് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് പറഞ്ഞാൽ ലെങ്ത് കൂടി പോകുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ശുക്രൻ്റെ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന രാശിക്കാരെന്ന് പറയുന്നത് മകരക്കൂറുകാർക്കാണ് പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകരക്കൂറുകാർക്ക് നേരെ 7-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി വരാൻ പോകുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്, നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. മകരക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന ഇവിടെ ചന്ദ്രൻ വരുന്ന കൂറുകാർക്ക് എന്തുണ്ടാകുന്നു? നിങ്ങൾക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ട് എന്ത് ഫലസിദ്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്? 3-ാം ഭാവത്തിലേക്കാണ് നിങ്ങൾക്ക് വരുന്നത്. രണ്ടാമത് 7-ാം ഭാവം. 3-ാം ഭാവം കുടുംബസ്ഥാനം, ഇളയ സഹോദര സ്ഥാനങ്ങൾ എന്ന് പറയും. കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കുടുംബക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ആയി വരുന്ന സമയം, സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആയി വരുന്ന സമയം, സഹോദരന്മാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിൽ നിന്റെ ഗുണങ്ങൾ ഉണ്ടാവുക, കുടുംബ സൗഖ്യം ഉണ്ടാവുക എന്ന് പറയും. അതിനെക്കുറിച്ച് വിശാലമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരും. എന്തെങ്കിലുമൊക്കെ പൈസ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിലോ, സഹോദരന്മാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ, അങ്ങനെയൊക്കെയുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസരം വന്നു ചേരാൻ പോകുന്നു. ആർക്ക്? ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന മകരക്കൂറുകാർക്ക്, ഇവിടെ ചന്ദ്രൻ വരുന്ന ആളുകൾക്ക്. രണ്ടാമത് നിങ്ങളുടെ ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ഭാവം വരുമ്പോഴെന്തുണ്ടായി? വിവാഹാദി മംഗള കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നു. വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ലോണുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അനുകൂലമായിട്ട് വരാൻ പോകുന്നു. വിദ്യാപുരോഗതി, കർമ്മപുരോഗതി, കുടുംബ സൗഖ്യം, വിജയം, കർമ്മ പുരോഗതിയൊക്കെ ഉണ്ടാകാൻ പോകുന്നു. ഐശ്വര്യം വരാൻ പോകുന്നു. ആർക്ക്? മകരക്കൂറുകാർക്ക്. അപ്പം മകരക്കൂറുകാരിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞു. അപ്പം നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്കൂടെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇവിടോട്ട് വരും. വ്യാഴം ഇവിടെ നിൽക്കുന്നതിന്റെ ഫലസിദ്ധി ഉണ്ടാകും. ലാഭം ഉണ്ടാകുന്ന പ്രവൃത്തികൾ, നിങ്ങൾ ഒരു കട തുടങ്ങി, അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങി, ഒരു വ്യാപാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്നെ വ്യാപാരികളായിട്ടുള്ള ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അവരുമായിട്ട് ജ്യോതിഷം നോക്കുന്നുണ്ട്. പെട്ടെന്നൊരു കാശൊക്കെ കയ്യിലിരുന്ന കാശൊക്കെ മുടക്കി ഒരു വലിയ വ്യാപാരം തുടങ്ങി, ഇപ്പോൾ ഒരു കടബാധ്യതയിലാണ് നമ്മൾ നിൽക്കുന്നത്, ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നവരാണ് ഈ സമയം. വ്യാഴത്തിന്റെ രാശി മാറ്റം കൊണ്ട് എന്താണ് ഫലസിദ്ധി എന്നാണ് ഇന്ന് പറയുന്നത്. ആ വീഡിയോ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം, കുടുംബ സൗഖ്യം, വിവാഹ യോഗം, സർവ ഐശ്വര്യം, അതുപോലെ തന്നെ ലാഭം, ഈ പുരോഗതിയാണ് ഉണ്ടാകുന്നത്. ആ പുരോഗതി കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള ഭാവം, ഏത് ലാഭത്തെ കൊണ്ടാണ് ചിന്തിക്കുക, ആ ഭാവം കൊണ്ട് ഗുണം ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മേടക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. മേടക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം എവിടെ വരുന്നു? 4-ാം ഭാവത്തിലേക്ക് വരുന്നു. 4-ാം ഭാവം എന്തായി? ഗൃഹം, വാഹനം, നേരത്തെ പറഞ്ഞ പോലുള്ള ശയനോപകരണ സ്ഥാനങ്ങളൊക്കെ വരുന്ന 4-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ഫലം വരുമ്പോൾ വസ്തു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവർക്ക്, വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഗൃഹപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതും ഗൃഹത്തിൽ ഐശ്വര്യം വരുന്നതുമായിട്ടുള്ള ഒരു സമയം വ്യാഴം അവിടെ വരുന്നതോടുകൂടി സർവ്വ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നു. രണ്ടാമത് നിങ്ങൾക്ക് വ്യാഴം എവിടോട്ടാണ് നിങ്ങളെ നോക്കുന്നത്? നിങ്ങളുടെ കർമ്മരാശിയിലേക്കാണ് നോക്കുന്നത്. കർമ്മം വെച്ചാൽ എന്താ? തൊഴില്, പ്രവൃത്തികൾ. നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തടസ്സങ്ങളോ ദോഷങ്ങളോ ഉണ്ടോ തുലാക്കൂറുകാർക്ക്, കാരണം നിങ്ങൾ രണ്ടുപേരും 7 രാശിയിലാണ് വരുന്നത്, ഇവർക്കുണ്ടാകുന്ന അതേ ഫലസിദ്ധി തന്നെ മേടക്കൂറുകാർക്കും ഉണ്ടാകും. നിങ്ങൾക്ക് എവിടെ വരുന്നു? കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു. ഇവർക്കും കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നു, ഇവർക്ക് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു. വ്യത്യാസമുണ്ട്. ഇവിടെ വ്യാഴം നേരിട്ട് വരുന്നു,
ഇവിടെ നിന്നുകൊണ്ട് ഇയാൾ ഇങ്ങോട്ട് നോക്കുന്നു, വ്യാഴം നോക്കുന്നു, മേടക്കൂറുകാർക്ക് നോക്കുന്നു എന്നുള്ളതാണ്, ഇവർക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് ഫലസിദ്ധി. അപ്പം അശ്വതി ഭരണി കാർത്തിക കാലുകാരൻ, നിങ്ങൾ കാർത്തികക്കാർക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങൾ കാർത്തിക കാല്, നിങ്ങളുടെ കാർത്തിക മുക്കാലിലാണെങ്കിൽ ചന്ദ്രൻ ഇവിടെയും വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകുന്നു? ഗൃഹപുരോഗതി, വീട് പുരോഗതി, വീടിന് ഐശ്വര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നു. കർമ്മത്തിന് പുരോഗതി, തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടം, വിജയം, തൊഴിലിൽ നിന്ന് ഗുണം, അതുപോലെ തന്നെ വലിയ ഭാഗ്യസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുന്നു. കൂടാതെ അഷ്ടമരാശിയിലേക്കും നിങ്ങൾക്ക് ആര് നോക്കുന്നു? നിങ്ങളുടെ വ്യാഴം നോക്കുന്നു, നിങ്ങളുടെ അഷ്ടമഭാവത്തിലേക്കും. അഷ്ടമം കൊണ്ട് എന്ത് ചിന്തിക്കുന്നു? ആയുസ്സിന്റെ സ്ഥാനം ചിന്തിക്കുന്നു. ആയുസ്സിന്റെ ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ ഭയം വിട്ടൊഴിഞ്ഞു മാറുക, വീര്യം ഉണ്ടാവുക, ആയുസ് ഉണ്ടാവുക, തേജസ് ഉണ്ടാവുക, രോഗശാന്തി ഉണ്ടാവുക, മനഃശാന്തി ഉണ്ടാവുക, എന്നൊക്കെ ഉണ്ടാവുന്ന ഒരു ഭാവത്തിലേക്കും മാറ്റുന്നു. അശ്വതി ഭരണി കാർത്തികകാർക്ക് 4-ാം ഭാവത്തിലേക്കും 10-ാം ഭാവത്തിലേക്കും അഷ്ടമഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ഒരു മാറ്റം, രാശി മാറ്റത്തെ കൊണ്ടുള്ള ഫലസിദ്ധികൾ കൊണ്ട് ഗുണകരമായിട്ടുള്ള ഫലസിദ്ധിയാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ ഇനി ഈ രാശികൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടവം മുതൽ അങ്ങോട്ട് പറയുകയാണ്. ഇടവക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങോട്ട് മാറുന്നു? 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇവിടെ മാറിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങോട്ട് നോക്കുന്നു? നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്ക്. കളത്രപുത്ര ഭാഗ്യം, അതുപോലെ തന്നെ ഭാര്യ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ നേരത്തെ ഇവർക്ക് പറഞ്ഞതുപോലെയുള്ള ഗുണം. ഇവർക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴം നേരെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു, ഇവർക്ക് 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. ആര്? ഇവിടെ നിൽക്കുന്ന വ്യാഴം ഇവിടെ നോക്കുന്നു. നോക്കുന്നതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഒരു 100% ഫലസിദ്ധിയിൽ നിന്നും ഒരു 80% അല്ലെ 70% ഫലസിദ്ധി കൂട്ടിയാൽ മതി നിൽക്കുന്ന ആളിനേക്കാളും നോക്കുന്ന ആളിന്റെ ഫലസിദ്ധി എന്ന് പറയുന്നത്. എങ്കിലും വ്യാഴത്തിന്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നോട്ടമാണ്. അപ്പം കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്ന ഇടവക്കൂറുകാർക്ക് എന്തായി? 3-ാം ഭാവം കുടുംബ സൗഖ്യം ഉണ്ടാവുന്നു, കുടുംബപരമായിട്ടുള്ള ഗുണങ്ങൾക്കെല്ലാം ഫലസിദ്ധികൾ ഉണ്ടാവുന്നു. നേരെ 3-ലേക്ക് നിൽക്കുകയാണ് ആള്. കുടുംബപരമായിട്ടുള്ള സർവ്വ പുരോഗതി ഉണ്ടാകും. കുടുംബ സൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ളൊരു കടൽ പോലെ കൂട്ടിയേക്കണം. കുടുംബ സൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാര്യാ സംബന്ധമായിട്ടുള്ളതോ കല്യാണ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീക്കുപോക്കാവുകയും പ്രേമബന്ധങ്ങൾ ഉണ്ടാവുകയും 7-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് സർവ്വകാര്യത്തിൽ വിജയം ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ സ്വദേശം വിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാവുമെന്നും കാണുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഉണ്ടാകുന്ന ഫലസിദ്ധി എന്ന് വെച്ചാൽ 3-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നു കഴിഞ്ഞാൽ എന്ത് പറയുന്നു? 3-ാം ഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ സഹോദര ഗുണം, ഭൂമിലാഭം, ശൗര്യം, സൗഖ്യം, സാഹിത്യ കലാദികളിൽ താല്പര്യം ഉണ്ടാകുമെന്ന് ഗ്രന്ഥത്തിൽ പറയുന്നു. നമ്മൾ നേരത്തെ ഗ്രന്ഥത്തിലോട്ട് നോക്കിയില്ല, അത് പഠിച്ചു വെച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇവിടെ ഗ്രന്ഥം തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുണം കൂടെ വരാൻ പോകുന്നു. അടുത്തതായിട്ട് നിങ്ങൾക്ക് 7-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നു കഴിഞ്ഞാലുള്ള ഗുണം ഭാര്യാപുത്രാദി സുഖം, വിദേശ ഗമനം, അതുപോലെ തന്നെ നമുക്ക് വ്യവഹാരങ്ങൾ, കേസ് വഴക്കുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ജയം, ധനധാന്യാദി ലാഭം, പുണ്യകർമ്മ താല്പര്യം എന്നിവ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. 7-ാം ഭാവം നിങ്ങളും ചിന്തിച്ചോണം, നിങ്ങൾ 7-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചോണം, നിങ്ങളും ചിന്തിച്ചോണം. അപ്പം 7-ാം ഭാവം അടുത്ത എവിടാ? 3, അതുപോലെ തന്നെ 7, അടുത്ത എവിടാ? ഭാഗ്യസ്ഥാനം. ആർക്ക്? ഇടവക്കൂറുകാർക്ക്. ഇടവക്കൂറുകാർക്ക് എവിടെ? ഭാഗ്യസ്ഥാനമാണിത് ഇടവക്കൂറുകാരുടെ. അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് ആരുടെ ദൃഷ്ടി വരുന്നു? വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു. അപ്പൊ ഇടവക്കൂറുകാർക്കും നേരത്തെ പറഞ്ഞതുള്ള 9-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ഗുണം ധനധാന്യ ലാഭം, ധാർമ്മികത, ഈശ്വരവിശ്വാസം, പിതൃഗുണം, ഐശ്വര്യം. ഇത്രയും കാര്യം കൂടെ ആർക്കുണ്ടാവുന്നു? ഇടവക്കൂറുകാർക്കുണ്ടാവുന്നു. എന്താ ഇന്നത്തെ ജ്യോതിഷത്തിൽ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴം മാറിയാൽ ഓരോ കൂറുകാർക്കും എന്തൊക്കെയാണ് ഫലസിദ്ധി ഉണ്ടാകുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത്. വ്യാഴത്തെ മാത്രം എടുത്തുകൊണ്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യാഴം ഫലിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്കി പറയുക. ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെ മാറ്റി മാറ്റി കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഏത് ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നതെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായി നിങ്ങൾ ഓരോരുത്തരും എഴുതി വെക്കണം. ഇടവക്കൂറുകാരൻ എഴുതി വെക്കണം. എനിക്കെൻ്റെ 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. 3-ാം ഭാവത്തിലേക്ക് മാറിയാൽ, നേരത്തെ ഇവിടെ 3-ലേക്ക് മാറുന്നു എന്ന് പറഞ്ഞവരുടെ ഉണ്ട്, 7-ലേക്ക് മാറുന്നവര് 10-ലേക്ക് മാറുന്നത്, 9-ലേക്ക് മാറുന്നു എന്നൊക്കെ പറഞ്ഞവരുടെ ഉണ്ട്. അതുകൊണ്ട് കർക്കിടക കൂറുകാർക്ക് 9-ാം ഭാവത്തിലേക്ക് ഗുണം വരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങൾ എഴുതി വെക്കുക. ഇടവക്കൂറുകാർക്ക്
3-ൽ വരുമ്പോഴത്തേക്കിന് സഹോദര ഗുണം, ഭൂമിലാഭം, ശൗര്യം, സൗഖ്യം, സാഹിത്യാദി കലകളിൽ താല്പര്യം. അടുത്തതായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് 7-ാം ഭാവത്തിലേക്ക് വരുന്നു. ഭാര്യാപുത്രാദി സുഖം, വിദേശഗമനം, യുദ്ധജയം, ധനധാന്യാദി ലാഭങ്ങൾ, പുണ്യകർമ്മ താല്പര്യം. യുദ്ധജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശത്രുവിജയമൊന്നും കേസ് വഴക്കുകളിൽ നിന്നുള്ള മോചനങ്ങളെ കുറിച്ചും ചിന്തിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് എവിടെ വരുന്നു? ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നു. ആര്? വ്യാഴം. 9-ലേക്ക് വ്യാഴം വരുന്നാൽ ധനധാന്യലാഭം, ധാർമ്മികത, ഈശ്വരവിശ്വാസം, പിതൃഗുണം, ഐശ്വര്യം എന്നിവ നേടുമെന്നും പറയുന്നുണ്ട് ഇടവക്കൂറുകാർക്ക്. ഇത്രയും ഗുണഫലങ്ങൾ നമ്മൾ പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മിഥുനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. മിഥുനക്കൂറുകാർ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. 2-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ രാശി മാറുന്നത്. 2-ാം ഭാവത്തിലേക്ക് രാശിയിലേക്ക് മാറുന്നു. അടുത്തതായിട്ട് രാശിയിൽ നിൽക്കുന്ന മിഥുനക്കൂറുകാർക്ക് ഇങ്ങോട്ട് പിന്നെ അടുത്തത് എങ്ങോട്ടാണ് വരാൻ നോക്കുന്നത്? നിങ്ങളുടെ 6-ാം ഭാവം ശത്രുസ്ഥാനത്തേക്കാണ് അടുത്ത വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയാൻ പോകുന്നത്. അടുത്തതായിട്ട് നിങ്ങളുടെ കർമ്മ രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ധനസ്ഥാനത്തേക്ക് മാറുന്നു, നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് നോക്കുന്നു, കർമ്മഭാവത്തിലേക്കും വ്യാഴം നോക്കുന്നു എന്നുള്ളൊരു ഫലസിദ്ധിയാണ് നിങ്ങൾ ആരും മനസ്സിലാക്കണം. മകേരത്തിന്റെ കാര്യം തിരുവാതിര പുണർത്തത്തിൽ മുക്കാലുകാരും മനസ്സിലാക്കണം. 2-ലേക്ക് വന്നാൽ വമ്പിച്ച ധനം, വിദ്യാഗുണം, ബുദ്ധി, സന്തോഷം, സത്വാക്കുകൾ എന്നിവ ഉണ്ടാകും എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണം ഉണ്ടാകും. അടുത്തതായിട്ട് നിങ്ങൾക്ക് 6-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 6-ലേക്ക് വ്യാഴം വന്നാൽ വ്യാഴിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമെന്നും അതുപോലെ തന്നെ രോഗത്തിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾക്കൊരു ശാന്തി ഉണ്ടാവുമെങ്കിലും ഒരു പൂർണ്ണത എത്തുന്നതിന് തടസ്സങ്ങൾ വരുമെന്നും ശത്രുഭയം, ശത്രുക്കളുടെ മേൽ നമുക്ക് വിജയവും നേടുമെന്നും പറയുന്നുണ്ട്. അപ്പം ശത്രുഭയം ഉണ്ടാവുകയും എന്നാൽ ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാവുമെന്നും ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നു. അപ്പൊ രോഗശാന്തി ഉണ്ടാവുമെങ്കിലും ഒരു പൂർണ്ണത വരുന്നില്ല. കാരണം നോട്ടം മാത്രമേ വരുന്നുള്ളൂ. നേരെ ഇവിടെ വരികയല്ല, 6-ാം ഭാവത്തിലേക്ക് വരികയല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം കൂടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന മിഥുനക്കൂറുകാരുടെ ഫലത്തിൽ മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലും വമ്പിച്ച ധനപരോഗതി ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു കാര്യം വരുന്നു. അടുത്ത് നിങ്ങൾക്ക് എവിടെ വരുന്നു? 10-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 10-ൽ വന്നാൽ എന്താണ്? രാജയോഗ ഫലം, നന്മ, വിദ്യാഗുണം, ഉന്നത പദവി, കർമ്മഗുണം എന്നിവ ഉണ്ടാകുമെന്നും മിഥുനക്കൂറുകാർക്ക് പറയുന്നു. ഇനി ഞാനൊരു പ്രത്യേക കാര്യം പറയാം. നമുക്ക് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടല്ലോ, ഈ ചന്ദ്രൻ 28 ദിവസം കൊണ്ട് ഇത്രയും രാശികളും കടക്കും. ഇനി ചിന്തിച്ചു നോക്കണം, 28 ദിവസം കൊണ്ട് ഇത്രയും രാശികൾ ഈ ചന്ദ്രൻ കടക്കും. വേറൊരു ഗ്രഹവും ഇത്രയും സ്പീഡിൽ കടക്കത്തില്ല. ഇതിൻ്റെ ഒരു ഫലം ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രൻ ഇപ്പം നമുക്ക് അശ്വതി മുതൽ തുടങ്ങുമ്പം അശ്വതി നക്ഷത്രമാണ്. നിങ്ങൾ കലണ്ടറിൽ നോക്കുവാണെങ്കിൽ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. ഭരണി ആയാലും ഇവിടെ ആയിരിക്കും. കാർത്തികകാല് അപ്പം 2.25 നക്ഷത്രത്തിൽ കൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കണം, ചന്ദ്രൻ വ്യാഴ കേന്ദ്രത്തിൽ എപ്പോൾ വരുന്നു? ഗജകേസരി യോഗമാണ് ഫലം. അപ്പൊ ആർക്കാ ഗജകേസരിയുടെ യോഗം വരാൻ പോകുന്ന? ആർക്കൊക്കെയാ? ഇവർക്ക് ചന്ദ്രകേന്ദ്രത്തിൽ വന്നു വ്യാഴം. ആർക്ക്? കർക്കിടക കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തികകാലിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ഗജകേസരി യോഗം വരുന്നു. നിങ്ങൾക്ക് ഗജകേസരി യോഗം വരുന്നു, ഇവർക്ക് ഗജകേസരി യോഗം വരുന്നു, അപ്പൊ ഇവർക്ക് ഗജകേസരി യോഗം വരുന്നു, ഇവർക്ക് ഗജകേസരി യോഗം വരുന്നു. ഇങ്ങനെ ഗജകേസരി യോഗം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാറി 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 ഇത് മാറും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഇവരുടെ ഗജകേസരി യോഗം മാറിയതിന് ശേഷം ഓരോരുത്തർക്കും മാറി മാറിയായിട്ട് അത് വരും. ചന്ദ്രന്റെ സ്ഥിതി അനുസരിച്ച് ചന്ദ്രൻ കേന്ദ്രഭാവത്തിലേക്ക് വരുന്നതനുസരിച്ച് ആ ഫലസിദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ മിഥുനക്കൂറുകാരുടെ പറഞ്ഞു, മേടം, ഇടവം, മിഥുനം വരെ പറഞ്ഞു, കർക്കിടകം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വ്യാഴം 12-ലേക്ക് മറയാൻ പോവുകയാണ് 48 ദിവസത്തേക്ക്. ഇപ്പം കർക്കിടക കൂറുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി വരാൻ പോകുന്ന ഒരു സമയമാണ്. രണ്ടാമത് കേതു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകുന്ന ഒരു ഇവരാണ് ചിങ്ങക്കൂറ്. മകം, പൂര, ഉത്തരത്തിൽ കാലുകാർ ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളതാണ് എനിക്ക് പറയാം. കാരണം ജന്മകേതു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹേതുവില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഒരു പോയി തലയിട്ടിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇച്ചിരി വഴക്കും കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ വ്യാഴത്തിന്റെ ഒരു മറവും വരാൻ പോവാണ്. അപ്പൊ ഈ 2 വിഷയങ്ങൾ മകം, പൂര, ഉത്തരത്തിക്കാലുകാർ നേരിടേണ്ടതായിട്ട് വരും 48 ദിവസത്തേക്ക്. വ്യാഴത്തിന്റെ മാറ്റം വരുന്നവരെ ഈ ഡിസംബർ 4 വരെ ആവശ്യമില്ലാത്ത പണികൾക്കൊന്നും പോയി പേടരുത്. കാശ് മുടക്കിയുള്ള വ്യാപാരങ്ങളൊന്നും ചെയ്യരുത്. ഊഹക്കച്ചവടം ചെയ്യുന്ന കാര്യത്തിലൊക്കെ സൂക്ഷിക്കുക. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക. നമ്മൾ പണം മുടക്കി എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ ആ കാര്യം ചെയ്യുന്നതിന് സൂക്ഷിക്കുക. ഗൃഹം, വാഹനമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാസങ്ങൾ ഒഴിവാക്കിയിട്ട് ഡിസംബർ 4 കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുക. അപ്പം ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം ചിങ്ങക്കൂറുകാർക്കാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ ദോഷത്തെ കാണിക്കുന്ന ഒരു വിഷയം കാണുന്നത്. അപ്പോൾ നിലവിൽ
അടുത്തതായിട്ട് നിങ്ങൾക്ക് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് നോക്കുന്ന ഒരു ഗുണം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് 4-ാം ഭാവം നേരത്തെ പറഞ്ഞു ഗൃഹസ്ഥാനം വാഹനസ്ഥാനമാണെന്ന് പറഞ്ഞു. ആ ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നത് കൊണ്ട് മാതൃഗുണം, വാഹനഭാഗ്യം, രാജയോഗ ഫലങ്ങൾ, കുടുംബസൗഖ്യം എന്നിവ വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്പൊ നേരത്തെ തിരിച്ചു പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മത്തിൽ കേതു നിൽക്കുന്നുണ്ട്, അത് സത്യാവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. വ്യാഴം 12-ൽ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് നമുക്കങ്ങ് ദുരിതപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എങ്കിലും നിങ്ങൾക്ക് എവിടെ ഗുണം ഉണ്ടാവുന്നുണ്ട്? നിങ്ങളുടെ ഗൃഹത്തിൽ ഗുണം ഉണ്ടാവുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഗൃഹത്തിൽ വിഷ്ണു ഭഗവാന് വേണ്ടിയിട്ട് ഒരു നെയ്വിളക്ക് കത്തിക്കുക, വിഷ്ണു ഭഗവാനെ ഒന്ന് ഭജിക്കുക, ഗൃഹത്തിൽ തന്നെ വെച്ചൊരു 10-11 തവണ 1 നാരായണായ ജപിക്കുക. വീട്ടുകാരും എല്ലാവരും ചേർന്ന് വൈകുന്നേരം ഒരു വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ജപിക്കാൻ അറിയാൻ വയ്യെങ്കിൽ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ഉണ്ട്, അത് ജപിക്കുക, അത് കേൾക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗൃഹസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് മകം പൂർവ്വത്രത്തിക്കാലുകാര് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇവിടെ നിന്നുകൊണ്ട് വ്യാഴം നിങ്ങളെ എവിടെയോട്ടാ നോക്കാമെന്ന് ചിങ്ങക്കൂറുകാർക്ക് ഇനി എവിടാ നോക്കുന്നത്? നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. അതും ചെറിയ ഒരു വിഷയമാണ്. അപ്പൊ വ്യാഴത്തിന്റെ നേരത്തെ 6-ാം ഭാവത്തിലെ ഗുണങ്ങൾ ദോഷങ്ങളെ കൊണ്ട് ശത്രുക്കളെ വിജയം ഉണ്ടാകുമെങ്കിലും ശത്രുക്കളെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. അതുപോലെ ദൗർഭാഗ്യം ഉണ്ടാകാനും ചില ദുരിതങ്ങൾ വന്ന് പെടാനും ഒക്കെയുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആരും എന്നോട് വിഷമിക്കരുത്. കാരണം ആ അവസ്ഥയാണ് ഇപ്പൊ കർക്കിടകൂറുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വൃശ്ചികക്കൂറുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മകരക്കൂറുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പൊ തിരിഞ്ഞു കറങ്ങി വരാൻ പോകുന്ന മറ്റു കൂറുകാർക്ക്. ഇപ്പൊ നിലവിൽ ഒക്ടോബർ 18 വരെ വൃശ്ചികം, മകരം, കർക്കിടക കൂറുകാരാണ് ഇച്ചിരി വിഷമത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉള്ളവരാണ്. അപ്പൊ അവർക്കൊരു മാറ്റം വരുമ്പോൾ മറ്റുള്ളവർക്ക് അതിന്റെ ഒരു വിഷയം വരും. അതായത് ഒരിടത്ത് നേരം വിളക്കുമ്പോൾ വേറിടത്ത് രാത്രിയാണല്ലോ, നമുക്കറിയാമല്ലോ. ഇപ്പൊ പകലാണെങ്കിൽ അമേരിക്കയിൽ രാത്രിയാണെന്ന് നമുക്കറിയാം, സമയവ്യത്യാസം ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഈ രാശി മാറുന്നതനുസരിച്ച് മറ്റുള്ളവർക്ക് അതിന്റെ ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധി നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ ദോഷം മാറാൻ നിങ്ങൾ ഗണപതി ഭജനം ചെയ്യുക, മഹാവിഷ്ണു ഭജനം ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് കന്നിക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കന്നിക്കൂറുകാർക്ക് വ്യാഴം എവിടെ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാഭസ്ഥാനത്തേക്കാണ് വരാൻ പോകുന്നത്. 11-ൽ ഇപ്പൊ കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്, പക്ഷേ ലാഭസ്ഥാനത്തേക്ക് വരാൻ പോകുന്നു. ലാഭസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ വമ്പിച്ച ധനം, സംഗീതപ്രിയത്വം, ബന്ധുഗുണം, ധാർമ്മികത എന്നിങ്ങനെ പറയും. സംഗീതപ്രിയത്വം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലാകാരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ട്. കല കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമുക്കറിയാം, ഒരു 300 കോടി രൂപയുടെയൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ 300 നമ്മൾ ചെറിയ തുകയാ, ഹോളിവുഡിലൊക്കെ വലിയ വലിയ തുകകളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഉത്തരത്തിൽ മുക്കാലും 10 ചിത്തിരേരെയും വരുന്ന കന്നിക്കൂറിൽ വരുന്നവർക്ക് എന്തുണ്ടാകുന്നു? ലാഭത്തെ സ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ഗുണഫലമായിട്ടുള്ളൊരു മാറ്റം വലിയ രീതിയിൽ വീശിയടിക്കാൻ പോവാണ്. വമ്പിച്ച ധനം വരുന്നു. കലാകായിക രംഗത്തും അതുപോലെ തന്നെ കല കൊണ്ട് ജീവിക്കുന്നവരായിട്ടുള്ള ചെറിയതും മുതൽ വലുതുവരെയുള്ള എല്ലാ ആളുകൾക്കും ആ നക്ഷത്രത്തിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഗുണമുണ്ടാവും. നിങ്ങളുടെ ഒരു സിനിമ റിലീസ് ആവാനുണ്ടെങ്കിലോ, നിങ്ങളുടെ ഒരു ആൽബം റിലീസ് ആവാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു പാട്ടുകാരനോ മൃദംഗം വായിക്കുന്ന ആളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നാടകം ഏതെന്തോ ആയിക്കോട്ടെ, അവിടെ ഒരു ഗുണഫലസിദ്ധി വരാൻ പോകുന്ന ഒരു സമയമാണെന്നും സിനിമ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ എന്തും ആയിക്കോട്ടെ, ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അതിനകത്ത് കൊറിയോഗ്രാഫർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരെ, അണിയറെ പ്രവർത്തിക്കുന്നവർ വരെ നമ്മളോട് വിളിക്കുമ്പോൾ അവർക്ക് ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്, ഒരാളെ അല്ല പറയുന്നത്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആരുണ്ടോ അവർക്കെല്ലാം ഒരു ആനുകൂല്യം വരുന്നു. ഏത് നക്ഷത്രക്കാർക്ക്? ഉത്തരത്തിൽ മുക്കാലായിരിക്കണം നിങ്ങൾ, അത്തം ചിത്തിരക്കാരായിരിക്കണം. അവർക്കാണ് വമ്പിച്ച ധനം, സംഗീതപ്രിയത്വം, ബന്ധുഗുണം, ധാർമ്മികത എന്നിവ വന്നു ചേരും. ധാർമ്മികത വന്നാൽ എന്തുണ്ടാവും? അധാർമികമായിട്ട് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാറിയിട്ട് ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ മാറും. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വ്യാഴം എവിടെ നോക്കുന്നു? നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. നിങ്ങളുടെ 5-ാം ഭാവമായിട്ടുള്ള മനസ്ഥാനത്തും സന്താനത്തേക്ക് നോക്കുന്നു. അപ്പം 3-ാം ഭാവത്തിലേക്ക് നോക്കുന്നതിന്റെ ഗുണം എന്താണ്? സഹോദര ഗുണം, ഭൂമിലാഭം, ശൗര്യം, സൗഖ്യം, സാഹിത്യാദി കലകളിൽ താല്പര്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3-ാം ഭാവത്തിൽ വരുന്നതും ലാഭസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും നമ്മുടെ ആ പരമായിട്ടുള്ള ഗുണം, സാഹിത്യപരമായിട്ടുള്ള ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കഥകള്, കവിതകളൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്കും പുസ്തകം പ്രിന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉദ്ദേശിച്ചോണം ഒക്കെ ഗുണമായിട്ട് വരുന്നു. 5-ാം ഭാവം മനസ്സിന്റെ സ്ഥാനം, സന്താനത്തിന്റെ സ്ഥാനം. മന്ത്രോപാസനയാൽ സുഖം, മന്ത്ര ഉപാസനയാൽ സുഖം. മന്ത്രം ജപിക്കുക, ഉപാസിക്കുക. ആരെ? മഹാവിഷ്ണുവിനെ. 1 നമോ നാരായണായ കഴിഞ്ഞു. എണ്ണം കൂട്ടുക, 108 54. നീ എണ്ണം ഒരെണ്ണം തെറ്റിയെന്ന് കഴിഞ്ഞ് ദോഷമൊന്നും വരാൻ പോകുന്നില്ല. 11, 3, 5
നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര അത്രയും. എപ്പോൾ ജപിക്കണം? എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. കുളിക്കാതെ ജപിക്കാവോ? ജപിക്കാം. കിടന്നുറങ്ങുന്ന സമയത്ത് ജപിക്കാവോ? ജപിക്കാം. ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ജപിക്കാം. ഇതിന് രാവിലെ എണീറ്റ് കുളിച്ച് 4 മണിക്ക് എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് ഇങ്ങനൊരു എവിടെയോ ഒരിടത്ത് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിലോ വന്നപ്പോൾ ഒരാളാണ്, അയാൾ ഇങ്ങനെ ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരാളാണ്. 3 മണിക്ക് നിങ്ങൾ എണീക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മണിക്ക് എണീറ്റ് കുളിച്ച് കുറി തൊട്ട് വിളക്ക് കത്തിച്ചിട്ട് ഭഗവാന്മാർക്കുള്ള നിവേദ്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിവേദ്യത്തിന് തന്നെ ഏകദേശം 500 രൂപയും വെള്ളിലാവും. കദളിപ്പഴം, പിന്നെ നെയ്യ്, മറ്റേ ഈന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് 1008 ജപിക്കാൻ അയാളോട് പറയുന്നത്. ഇങ്ങനെ ജപിച്ചാൽ നിങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുമെന്ന് ആ ആള് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് നൂറുകണക്കിന് ആളുകളാണ് അതിന്റെ പിന്നാലെ പോകുന്നത്. വീട്ടുകാർ ഇയാൾക്ക് വട്ട എന്നും പറഞ്ഞു വേണമെങ്കിൽ കൊണ്ട് മറ്റേ ഊളംപാറയിലൊക്കെ കൊണ്ടിടാനുള്ള സാധ്യത വരെ ഉണ്ടാവും ഇങ്ങനെ വഴിതെറ്റിച്ചു കഴിഞ്ഞാൽ. ഭഗവാന് നേരം കാലം സമയമൊന്നുമില്ല. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അജനം ചെയ്ത ഭൂസുരനും ഒരു നാളും ആർക്കും ഉണ്ടല്ല അരുതാത്തതല്ല ഹരി നാരായണായ നമഃ എന്ന് പറയും. എഴുത്തച്ഛൻ പറഞ്ഞ വാക്കാ. എപ്പോൾ വേണമെങ്കിലും മൃദുവായിരിക്കുന്ന പെണ്ണിനും നാമം ജപിക്കാം. അശുദ്ധിയുണ്ട്, അയ്യോ നാമം ജപിക്കാൻ പാടില്ല. ഇന്നലെ എന്നെ ഒരാൾ ഗർഭിണിയായിട്ടിരുന്ന ഒരു സ്ത്രീ വിളിച്ചു ചോദിച്ചു, എനിക്ക് 8 മാസം കഴിഞ്ഞ് 9ാം മാസമാണ്, തിരുമേനി അമ്പലത്തിൽ എൻ്റെ പേരിൽ അർച്ചന നടത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? നമ്മുടെ അമ്പലത്തിൽ നടത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ക്ഷേത്രത്തിൽ പോകരുതെന്നൊരു 7 കഴിഞ്ഞാൽ പോകരുതെന്നൊരു ആചാരമുണ്ട്, പ്രസവിച്ച് 56 കഴിയാതെ പോകരുതെന്നൊരു ആചാരമുണ്ട്. പക്ഷേ നിങ്ങളുടെ പേരിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ കന്നിക്കൂറുകാർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യപ്രദമായിട്ട് നിങ്ങൾക്ക് 3ാം ഭാവത്തിലേക്കും നിങ്ങളുടെ 5ാം ഭാവത്തിലേക്കും പിന്നെ എവിടോട്ടാണ് വരുന്നത്? 6ാം ഭാവത്തിലേക്കും വരുന്നുണ്ട്. 6 എന്ന് പറയുന്നത് കുറച്ച് ദോഷവും കൂടി ഉള്ളതാണ്. ശത്രുക്കളെ ഭയക്കുകയും ശത്രുക്കളിൽ നിന്നാൽ വിജയം ഉണ്ടാവുകയും ചെയ്യും. ഭയന്നിട്ട് വിജയം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളിലേക്ക് വരുമെന്നും അതുപോലെ തന്നെയുള്ള രോഗാരിഷ്ടതകൾ മാറുമെങ്കിലും രോഗത്തെയും ഭയക്കും എന്നും പറയുന്നുണ്ട്. അപ്പം മാറ്റങ്ങൾ വരും, എന്നാൽ അവിടെ ഒരു വിഷമസ്ഥിതി 6ാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് ആർക്ക്? കന്നിക്കൂറുകാർക്ക്. അപ്പം നമ്മൾ ഇത്രയും പേരുടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വൃശ്ചികക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞില്ല. അടുത്ത വൃശ്ചികക്കൂറുകാർക്ക് എന്താണ് ഫലസിദ്ധി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ രാശി മാറുന്നു. നിങ്ങൾക്ക് വിശാഖത്തിൽക്കാലും അനിഴവും തൃക്കേട്ടക്കാർക്ക് നക്ഷത്രക്കാർക്ക് ഇപ്പം നിലവിൽ വ്യാഴം മറഞ്ഞു നിൽക്കുകയാണ്. മറഞ്ഞു നിൽക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഫലമില്ല, ഗുണമില്ലാതെ നിൽക്കുന്ന സമയമാണ്, വിഷമസ്ഥിതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശാഖത്തിൽക്കാലും അനിഴവും തൃക്കേട്ടക്കാർക്ക് അത് മാറിയിട്ട് ഭാഗ്യം വരാൻ പോകുന്നു. ഭാഗ്യം ഏത് വഴി കൂടെയും വരാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള പൂജാബെമ്പറുകളൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നതിനൊക്കെ ഒരു നല്ല സമയമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആണെന്ന് പറയും. എന്ന് വെച്ച് ഒരുപാട് പൈസ മുടക്കി എടുക്കുന്നവരുണ്ട്. ഒരു 50, 60, 100. ഈയിടെ ഒരാൾ 500ന്റെ 100 എടുത്തെന്ന് പറയുന്നത്. 100 50,000 രൂപയുടെ ഒരു ഭാഗ്യപരീക്ഷണം നടത്തിയെന്നോട് വിളിച്ച് പറഞ്ഞു. ഞാൻ പറയടോ, ഭാഗ്യമുണ്ട് ഒരെണ്ണം പോരായോ? ഇയാൾക്ക് അത് അടിക്കാനുള്ള വിധിയുണ്ടെങ്കിൽ ഇയാൾ ഒരെണ്ണം മതി, ഇയാൾക്ക് വിധിയായി, ഭാഗ്യമായി. ഇയാൾ 100 എടുക്കേണ്ട കാര്യം എന്താ? എന്നിട്ട് ഒന്നും അടിച്ചു ഒന്നുമില്ല. എന്നിട്ട് ആ ചിന്തകളാണ് പറയുന്നത്. മാറേണ്ടത് എന്താണ്? നമ്മുടെ മനസ്ഥിതിയാണ് മാറേണ്ടത്. ഭാഗ്യം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുമെന്ന്, ഇപ്രാവശ്യത്തെ ലോട്ടറി നിങ്ങൾക്ക് അടിക്കുമെന്നല്ല എൻ്റെ ഉദ്ദേശം. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃഗുണങ്ങൾ ഉണ്ടാവുക, സ്വത്തുക്കൾ ഉണ്ടാവുക, ധനപുരോഗതി ഉണ്ടാവുക, തൊഴിൽ നേട്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് എന്താ ഫലസിദ്ധി? വ്യാഴം 9ാം ഭാവത്തിലേക്ക് വരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളെ തന്നെ ദൃഷ്ടി ചെയ്യുന്നു, ജന്മത്തിൽ നിൽക്കുന്നതിൻ്റെ ഗുണം വരുന്നു. അതുകൂടാതെ നിങ്ങളുടെ ജാതകപ്രകാരം 5ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ നോട്ടം വരാൻ പോകുന്നു. അപ്പൊ എന്താ ഈ ഗുണം? വലിയ ഗുണമാണ് വരാൻ പോകുന്നത്. വൃശ്ചികക്കൂറുകാർക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, 9ാം ഭാവത്തിലേക്കാണ് മാറുന്നത് വ്യാഴം. 9ലേക്ക് മാറുന്നത് കൊണ്ട് ധനധാന്യ ലാഭം, ധാർമ്മികത, ഈശ്വരവിശ്വാസം, പിതൃഗുണം, ഐശ്വര്യം എന്നിവ വന്നു ചേരുമെന്നും അടുത്തതായിട്ട് നിങ്ങളുടെ ജന്മത്തിലേക്ക് വരുന്നത് കൊണ്ട് സൗഖ്യം ഉണ്ടാകുമെന്നും ആകർഷകത്വം ഉണ്ടാകുമെന്നും ഗാംഭീര്യം ഉണ്ടാകുമെന്നും വിദ്യാഗുണം ഉണ്ടാകുമെന്നും വസ്ത്ര ആഭരണ ലാഭം ഉണ്ടാകുമെന്നും ധനലാഭം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് വൃശ്ചികക്കൂറിൽ വരുന്നവർക്ക്. അടുത്തതായിട്ട് 5ാം ഭാവത്തിലേക്കാണ് അടുത്ത വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങൾക്ക് വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ മന്ത്രോപാസനയാൽ സുഖം ഉണ്ടാകുമെന്നും പുത്രപ്രാപ്തി ഉണ്ടാകുമെന്നും രാജപൂജ, ഉന്നത പദവി, ബുദ്ധി. രാജപൂജ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, സർക്കാർ തൊഴിലുകൾ, അതാ രാജാവ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യം, ഒരു വീടിന് പോലും അപേക്ഷിച്ചിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുത്തിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞിട്ടൊരു അപേക്ഷ കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കുറച്ച് ധനം കിട്ടാറുണ്ട്, ഒരു കോൺട്രാക്ടർ ആയിരിക്കാം, ഒരു റോഡ് പണിഞ്ഞതിൻ്റെ ആയിരിക്കാം, ഒരു പാലം കെട്ടിയതിൻ്റെ ആയിരിക്കാം. അപ്പം അങ്ങനെ വൈഡായിട്ട് നിങ്ങൾ ചിന്തിച്ചോണം. രാജഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ,
തൊഴിൽപരമായിട്ടോ ധനപരമായിട്ടോ ഉണ്ടാകാനുണ്ടെങ്കിൽ അത് കിട്ടുമെന്നും, അതുപോലെ തന്നെ വിദ്യാഗുണം ഉണ്ടാവും. വിദ്യാഗുണം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ചെയ്ത വിദ്യ ഒരാൾ പഠിച്ചിരിക്കുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കത്തില്ല ചിലപ്പോൾ അയാൾ വിദേശത്ത് പോയിരിക്കുന്നത്. കാലക്കേട് കൊണ്ടും വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞ് മാറാനും വേണ്ടിയിട്ട് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോയിട്ട് ചിലപ്പോൾ വല്ല ഹോട്ടലിലെ ജോലിയായിരിക്കും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ പഠിച്ചതും അയാൾക്കുള്ള കഴിവിനനുസരിച്ചുള്ള ഒരു തൊഴിൽ കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുമെന്നാണ് പറയുന്നത്. ആർക്ക്? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരുടെ കാര്യമാണ് പറഞ്ഞത്? വൃശ്ചിക കൂറുകാർ. അവർ വിശാഖത്തിൽ കാലം അനിഴവും തിരക്കേട്ടക്കാർക്ക് ഈ പറഞ്ഞ വിദ്യാഗുണം ഉണ്ടാവുമെന്നും ഒക്കെ കാണിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃശ്ചിക കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഭാവം, കർക്കിടക കൂറുകാർക്ക് ഏറ്റവും അനുകൂല ഭാവം. അടുത്തതായിട്ട് നമുക്ക് മകരക്കൂറിലേക്ക് വരുന്നതിന് മുമ്പ് ധനുക്കൂറിനെ പറയാം. ഈ 3 പേർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യസ്ഥാനം. നേരത്തെ പറഞ്ഞു ഇവർക്കും 1, 2, 3, 4 കൂറുകാർക്കാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഗുണം വരാൻ പോകുന്നത്. ഈ ഒരു ചാനൽ കണ്ടു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ വേറൊരു ചാനൽ നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരുന്നില്ല. വേറൊന്നും പറയാൻ ഇതിനകത്തില്ല, ഞാൻ വരച്ചു വെച്ചിട്ടാണ് പറയുന്നത്. അടുത്തായിട്ട് ധനുക്കൂറുകാർക്കാണ് ഈ പറയുന്ന ഇച്ചിരി വിഷമസ്ഥിതി വരാൻ പോകുന്നത്. മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർക്ക് വ്യാഴം അഷ്ടമത്തിലേക്ക് പോവുകയാണ്. അഷ്ടമ രാശിയിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ 12ാം സ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്, നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും അങ്ങോട്ട് പ്രശ്നമൊന്നും വരത്തില്ല. എങ്കിലും വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുന്നതിന്റെ ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാകുമെന്നും, ആദ്യം പറയുന്നത് ദുഃഖം വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നീച ജോലികളിൽ നിന്നും ലാഭം ഉണ്ടാവും, ബന്ധുജനങ്ങളുമായി കലഹം ഉണ്ടാവും, സ്ഥാനഭ്രംശം ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ചിലപ്പം സ്ഥലം മാറ്റം വരാം. ദുഃഖം, അത് ഇങ്ങനെ നമുക്കൊരു ദുഃഖം വരാൻ വഴിയുണ്ടല്ലോ. നമ്മുടെ വീടിനടുത്ത് നമ്മൾ ജോലി ചെയ്യുന്നത്, ദൂരെ ഇങ്ങോട്ടേലും മാറ്റമൊക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ 40-48 ദിവസം കഴിഞ്ഞ് ഇപ്പോഴത്തേക്കിന് തിരിച്ച് വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരും. ചിലർ കണ്ടില്ലേ, ചിലപ്പോൾ പെട്ടെന്നൊരു പ്രൊമോഷൻ വരിക, അല്ലെങ്കിൽ ദൂര സ്ഥലത്തോട്ട് മാറ്റുക, അവരവിടെ പോയി ഒരു അപേക്ഷ കൊടുത്തു കഴിയുമ്പം നോക്കാന്നൊക്കെ പറയും. ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പോയി കണ്ടല്ല, ആരെങ്കിലും കൊണ്ട് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കറക്റ്റ് വ്യാഴം ഇങ്ങോട്ട് വരാറാകുമ്പോഴത്തേക്കിന് ഇയാൾ നേരത്തെ പഴയ സ്ഥിതിയിലോട്ട് മാറും. അപ്പം ചെറിയൊരു കാര്യം മുൻകൂർ പറയുകയാണ്. അപ്പം ഇനി നിങ്ങൾക്ക് ഇവിടെ 4ാം ഭാവത്തിലേക്ക് കൂടെ വരുന്നുണ്ട്. 4 വന്നാൽ മാതൃഗുണം, വാഹനഭാഗ്യം, രാജയോഗ ഫലം, കുടുംബ സൗഖ്യം ഉണ്ടാവുകയും ചെയ്യുമെന്നും പറയുന്നത്. പരിപൂർണമായിട്ടുള്ള ദോഷം ആരെയും ബാധിക്കത്തില്ല. ഒരാളെ പോലും വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ട് പരിപൂർണമായിട്ട്, എന്നാൽ ചില ഭാവങ്ങളിൽ ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് പറയുന്നത്. അപ്പോൾ ധനുക്കൂറുകാർ ഇത്രയും മനസ്സിലാക്കി. ഇനി നമ്മളിനി പറയാനുള്ളത് ഇവരുടെ 2 പേരുടെയും ഫലസിദ്ധിയാണ് പറയാനുള്ളത്. കുംഭക്കൂറുകാർക്ക് ഇച്ചിരി വിഷമസ്ഥിതി പറയുന്നുണ്ട്. അവിട്ടത്തിന്റെ അരയും ചതയം പൂരുരുട്ടാതെ മുക്കാൽ വരുന്ന കുംഭക്കൂറുകാർക്ക് 6ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 6 എന്ന് വെച്ചാൽ ശത്രുസ്ഥാനത്തേക്കാണ് മാറുന്നത്. ശത്രു രോഗസ്ഥാനത്തേക്കാണ് വ്യാഴത്തിന്റെ പൂക്ക്. അത് നമുക്ക് നല്ലതല്ല. ആർക്ക്? രാഹു, ഇവർക്ക്. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണ്? നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരും. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ജ്യോതിഷത്തിൽ ഈ എന്താണ് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായി സഞ്ചരിക്കുന്ന കാര്യങ്ങളിലേക്കോ ഗ്രഹങ്ങളുടെ പിന്നാലെയോ നമ്മൾ പോകാതെ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഭാവം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുംഭക്കൂറുകാർക്ക് നിലവിൽ 6ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിക്കഴിഞ്ഞാൽ 100 പേരും നിങ്ങളോട് പറയും വ്യാഴം മറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നമാണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് ദുരിതമാണ് വരാൻ പോകുന്നത്, കഷ്ടകാലം വരാൻ പോകുന്നു, ശത്രുക്കൾ വർദ്ധിക്കാൻ പോകുന്നു, രോഗം വർദ്ധിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ എനിക്കും പറയാം. അതുണ്ട് നിലവിൽ. അവസ്ഥ അനുസരിച്ച് ഉണ്ടെങ്കിൽ പോലും ഗുണമുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ധനസ്ഥാനത്തേക്ക് വ്യാഴം നോക്കാൻ പോകുന്നു. ഇപ്പൊ കാശ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് കർമ്മരാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു. ഇത് പറയണ്ടേ? സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വ്യാഴം 6ലേക്ക് മാറുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ധനസ്ഥാനത്തേക്കും കർമ്മസ്ഥാനത്തേക്കും ആളിന്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധനവും വരും, കർമ്മപുരോഗതിയും വരും. പിന്നെ ശത്രുക്കൾ അവിടെ നിന്നൊരു ശത്രുത ചെയ്തോട്ടെ, നമുക്ക് പേടിക്കാനൊന്നുമില്ല, പോകാൻ പറ. അപ്പൊ അതവിടെ കിടക്കും. അപ്പൊ നിങ്ങൾക്ക് 2ലേക്ക് വരുന്നതിന്റെ ഗുണം എന്താണെന്നുള്ളത് നോക്കുക. വമ്പിച്ച ധനം, വിദ്യാഗുണം, ബുദ്ധി, സന്തോഷം, സത്വാക്കുകൾ എന്നിവ ഉണ്ടാകും എന്നും ഗ്രന്ഥത്തിൽ പറയുന്നു. 2ലേക്ക് വരികയല്ല, 2ലേക്ക് നോക്കുക ചെയ്യുന്നത്. അപ്പൊ പരിപൂർണമായിട്ടുള്ള നിങ്ങൾക്ക് 6ലേക്ക് മാറുമ്പോൾ ഈ 2 ഭാവത്തിലേക്കും വ്യാഴം അവിടെ നിന്നുകൊണ്ട് നോക്കുന്നതിന്റെ ഗുണം ഉണ്ടാകും. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളുടെ ഫലസിദ്ധിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വ്യാഴം മറഞ്ഞതുകൊണ്ട് വിഷ്ണു ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക കുംഭക്കൂറുകാര്. അടുത്തതായിട്ട് നമ്മൾ മീനക്കൂറുകാരാണ് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം. നേരത്തെ വൃശ്ചികക്കൂറുകാർക്ക് പറഞ്ഞതുപോലെ തന്നെ വ്യാഴം ഇവിടെ നിന്നുകൊണ്ട് 5ാം ഭാവത്തിലേക്കാണ് നിൽക്കുന്നത്, 5ലേക്ക് മാറുന്നത്. മന്ത്രോപാസനയാൽ സുഖം കൈവരിക്കുന്നു, പുത്രപ്രാപ്തി ഉണ്ടാകുന്നു, രാജപൂജ, ഉന്നത പദവി, ബുദ്ധി. ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു. രാജപൂജ എന്ന് പറഞ്ഞാൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ധനപുരോഗതിയൊക്കെ ഉണ്ടാകുമെന്നും, മന്ത്രോപാസനയാൽ മന്ത്രം കൊണ്ടും ഉപാസന കൊണ്ടും
നമുക്ക് ഗുണം ഉണ്ടാവുമെന്നും നമ്മളിപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, ഈ മന്ത്രം ജപിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടാവും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കുന്നു, കണ്ടകശിനിക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു. ആർക്ക്? ഉരുട്ടാതിയാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് കണ്ടകശിനിയിൽ നിന്നും ഒരു മോചനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വ്യാഴം വന്നു കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ ഫലമൊന്നും അടുക്കത്തില്ല. കാരണം ഇരുട്ടത്ത് വെട്ടം വന്നാൽ എന്തായിരിക്കും? ഇരുട്ട് കാണത്തില്ല, പിന്നെ ഇരുട്ടിന്റെ അനുഭവം അവിടെ കാണുന്നില്ല. ഇപ്പം പകൽ സമയത്ത് നമ്മൾ റോഡിലോട്ടൊന്ന് ഇറങ്ങി നോക്കിക്കോ, നല്ല ഒന്നാം തരം വെട്ടമായിരിക്കും സൂര്യപ്രകാശം കൊണ്ട്. അതേ സ്ഥലത്ത് രാത്രി 12 മണിക്ക് എന്നാലോ കുറ്റാക്കൂർ ഇരുട്ടായിരിക്കും. അപ്പോൾ കുറ്റാക്കൂർ ഇരുട്ട് നിലവിൽ അവിടെ ഉണ്ടെങ്കിലും സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് നമുക്ക് ആ ഇരുട്ടിനെ അനുഭവപ്പെടാത്തതെന്നുള്ളത് സത്യമാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട് അവിടെ ഇരുട്ടുണ്ടെങ്കിലും ഇരുട്ടിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതാണ് അവസ്ഥ. ഇന്ന് പറഞ്ഞതുപോലെ കണ്ടകശിനി ഉണ്ടെങ്കിലും ശനിയുടെ ദോഷം മാറി. അപ്പോൾ വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ട് മീനക്കൂറുകാർക്ക് എന്തുണ്ടായി? ഏറ്റവും അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകുന്നു, രോഗശാന്തി ഉണ്ടാകുന്നു. 5ാം ഭാവത്തിലേക്ക് വരുമ്പോഴുള്ള ഗുണം മന്ത്രോപാസനയാൽ സൗഖ്യം, പുത്രപ്രാപ്തി. പുത്രപ്രാപ്തി എന്നൊരു വാക്കേ ഗ്രന്ഥത്തിൽ പറയത്തുള്ളൂ, അതിനെ വ്യാഖ്യാനിക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. വ്യാഖ്യാനിക്കാൻ പുത്രപ്രാപ്തിന്റെ സന്താനങ്ങൾക്ക് എന്തുണ്ടാകുന്നു? നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ദുരിതമുള്ള സമയമാണെങ്കിൽ അതിനൊരു മാറ്റം. ആർക്ക്? ഈ നക്ഷത്രത്തിൽ പെടുന്ന ആളുകളുടെ കുട്ടികൾക്ക്. ഈ കുട്ടികൾ പോയി വിദേശ രാജ്യങ്ങളിൽ പോയി PR-നോ അല്ലെങ്കിൽ അവിടെ ഒരു ടെസ്റ്റിനോ ഒരു ഇന്റർവ്യൂവിനോ ഒക്കെ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങൾക്കാണ് അവരെക്കാൾ കൂടുതൽ വിഷമമുള്ളത്. അമ്മയടുത്ത് ഇടയ്ക്ക് വിളിച്ച് പറയും, അമ്മേ എനിക്കൊരു ടെസ്റ്റ് ഉണ്ട് അമ്മേ, നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ അമ്മേ എന്നായിരിക്കും മോൻ പറയും. അപ്പൊ അമ്മ ഇവിടെ ഇരുന്നുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി അമ്മ വീട്ടിലിരുന്ന് വിളക്ക് കത്തിച്ച് എൻ്റെ മകന് നല്ലപോലെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയും അമ്മ. എന്നിട്ട് ഈ അമ്മ ടെൻഷൻ കൂടിയിരിക്കുമ്പോൾ നമ്മളെയും വിളിക്കും, തിരുമേനി. നമ്മളെ നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും നമ്മൾ പറയാൻ ഇച്ചിരി കഴിഞ്ഞ് വിളി എന്നൊക്കെ പറയുമ്പോൾ, ഓ ഇയാള് വലിയ തിരക്കുള്ള ആൾ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചില ആളുകൾ പോകും. പിന്നെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം പുത്രപ്രാപ്തി ഉണ്ടാകും. പുത്രന്മാർക്ക് പുത്രിമാർക്ക് സന്താനങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്ന സമയമാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതുകൂടാതെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാവുന്നു? ധനധാന്യ ലാഭം, ധാർമ്മികത, ഈശ്വരവിശ്വാസം, പിതൃഗുണം, ഐശ്വര്യം എന്നിവ വന്നു ചേരുമെന്നും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെയുള്ള 48 ദിവസം വരെയുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ട് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിയിൽ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യണം, വ്യാഴത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ മഹാവിഷ്ണു ഭജനമാണ് ചെയ്യേണ്ടത്. നമ്മുടെ വിരലിലെ ഈ വിരലാണ് വ്യാഴത്തിന്റെ വിരല്. അതിനാൽ ഈ വിരലിൽ നിന്നല്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. നിങ്ങൾ കണ്ടില്ലേ ഓരോ ബ്രാഹ്മണന്മാര് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ചമ്രം പൂട്ടി പത്മാസനത്തിലൊക്കെ ഇരുന്നിട്ട് 2 കൈയും 2 മുട്ടയിലോട്ട് വെച്ചും ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ജപിച്ചോണ്ട് നാരായണ നാമം ജപിക്കുന്നിടത്ത് യാതൊരു ദോഷവും പതിക്കത്തില്ല എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അജനം ചെയ്ത ഭൂസനും ഒരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണ നമഃ എന്ന് വെച്ചാൽ കുളിക്കിച്ചില്ല, ജപിച്ചില്ല, ശവം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശവപ്പുരയിൽ നിൽക്കുകയാണെങ്കിലും ആർത്തവാശുദ്ധിയായി ബാധിച്ചിരിക്കുന്ന സ്ത്രീക്കും ദാഹകനും അതുപോലെ തന്നെ ഭിക്ഷയാചിക്കുന്ന ഒരാൾക്കും ഏത് സമയത്തും എവിടെ വെച്ചും നാരായണ നാമം ജപിക്കാം. ഇതിനകത്തിന് പിന്നെ വേറൊരു വാക്ക് പറയാനില്ല. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. അതുകൊണ്ട് നാരായണ നാമം ജപിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകത്തുള്ളൂ? ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ആനുകൂല്യം നമുക്ക് വരണം, ഇല്ലെങ്കിൽ അതിന്റെ പ്രതികൂല അവസ്ഥ വരും. നമ്മൾ വിചാരിക്കും ഈ നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ളവരല്ലേ ഇത് നോക്കത്തുള്ളൂ എന്ന് പറയും. ശരിയാ, ആയിരിക്കാം. പക്ഷെ അതിന്റെ അവസ്ഥകൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. നമ്മൾ പറയും ഒരു വലിയ കോടീശ്വരനായ ഒരാള് ഈ സമയത്ത് അവരിതൊന്നും നോക്കുന്നില്ലെന്ന് വിചാരിച്ചു. അവർക്കൊരു 500 കോടി രൂപയുടെ നഷ്ടം ഒരു സ്ഥലത്തങ്ങ് വരിക, ഒരു ബിസിനസ്സിന് ഒരു വലിയ നഷ്ടം വരിക, വലിയ പ്രയാസം വരിക. അവർ വലിയൊരു ബിൽഡിംഗ്, ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഹോട്ടലുകളൊക്കെ തുടങ്ങിയ എത്രയോ ആളുകളുണ്ടെന്നറിയാം. പ്രശസ്തരായ വ്യക്തികൾ പല സ്ഥലങ്ങളിൽ പൂട്ടി വരിക. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയും അവർക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ വേറെ ധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും വേറെ ചില സമ്പാദ്യമൊക്കെ ഉള്ളത് കൊണ്ടും അവർക്ക് അത് അനുഭവിക്കുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അവരറിഞ്ഞതായിട്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതോ ആയിരിക്കും എൻ്റെ വ്യത്യാസം. ഇത് 100% ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന ഏത് മതവിശ്വാസിക്കും ഏത് മനുഷ്യനും, രാജാവായാലും പണ്ഡിതനായാലും പാമരനായാലും ഭിക്ഷക്കാരനായാലും കുഞ്ഞായാലും രാജാവായാലും പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും കോടീശ്വരനായാലും ആരെയും ഇത് ഓരോ തരത്തിലും ബാധിക്കും. അത് അച്ചിട്ട കാര്യമാണ്. ഓരോരുത്തരെയും ബാധിക്കുന്ന സ്ഥിതി വ്യത്യാസമായിരിക്കും. നമുക്കൊരു പനി വന്നാൽ നമുക്ക് എങ്ങനെയായിരിക്കും പനി നമ്മളെ ബാധിക്കുന്നത്? പല വിധത്തിലായിരിക്കും.
ചിലർക്ക് തലവേദനയായിട്ടായിരിക്കും, ചിലർക്ക് ദേഹവേദനയായിട്ടായിരിക്കും, ചിലർക്ക് അതൊന്നും ഉണ്ടാവത്തില്ല, ചിലർക്ക് ഭക്ഷണം വേണ്ടാത്തൊരവസ്ഥയായിരിക്കും, മൂക്കൊലിപ്പായിരിക്കും, പല വിധത്തിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വ്യാഴപ്രീതി വരുത്തുക, മഹാവിഷ്ണു ഭജനം ചെയ്യുക, തുളസിമാല ചാർത്തുക, നെയ്വിളക്ക് നടത്തുക, പാൽപ്പായസം നടത്തുക, സർവോപരി നാരായണ നാമം ജപിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് വ്യാഴത്തിൻ്റെ രാശി തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ വരും. നന്ദി, നമസ്കാരം.